എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല പഞ്ഞി പോലുള്ള ഇഡലി എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഏത് തുടക്കക്കാർക്ക് വേണമെങ്കിലും ഈ ഇഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സോഫ്റ്റ്നെസ് മാത്രമല്ല, ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ അരച്ചെടുക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഇതിൽ മാവ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ടേസ്റ്റിനും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ എൻഡ് വരെ കാണുക. അതിൽ ഓരോ ടിപ്സും പറയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇഡലിയുടെ ബാറ്റർ നന്നായിട്ട് പുളിപ്പിച്ചെടുക്കാൻ പറ്റുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കാൻ, ഇഡലി അല്ലെങ്കിൽ ദോശ ബാറ്റർ ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക. വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കും കൂടെ തരിക. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നല്ല പഞ്ഞിയിഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ അരച്ചെടുത്ത മാവ് പുളിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ മാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുളി ഉണ്ടോയെന്ന് ചോദിച്ചാൽ പുളി ഒട്ടും ഉണ്ടാവില്ല, പക്ഷെ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു മാവ് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഇഡലി സോഫ്റ്റായിട്ട് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. നിങ്ങളിതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ചെറിയ സോപ്പ് പത പോലെ ചെറിയ 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 കുമിളകൾ ആ മാവിലുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ല പോലെ പുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് കറക്റ്റായിട്ട് പുളിച്ചു വരെയും അതേപോലെ കറക്റ്റ് പരുവത്തിൽ നമുക്ക് ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയല്ലാതെ മാവ് നമുക്ക് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പച്ചരിയാണ്. സാധാരണ പച്ചരി, റേഷൻ കടയിൽ നിന്ന് മേടിച്ച പച്ചരിയാണ് കേട്ടോ. അത് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് പുഴുങ്ങലരിയും എടുത്തിട്ടുണ്ട്, വെള്ള അരിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡലി റൈസ് ഒന്നുമല്ല, സാധാരണ പച്ചരി. ഇനി അതിന് ശേഷം 1/4 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഈ ഉഴുന്ന് നല്ല ക്വാളിറ്റി ഉഴുന്നാണെങ്കിൽ, ഗ്രേഡ് കൂടിയ ഉഴുന്നാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പായാലും മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്കതിൽ പ്രധാനം നമ്മൾ ഉപയോഗിക്കാത്തൊരു കാര്യമാണ് ചൗവരി എടുത്തിട്ടുണ്ട്. ഈ ചൗവരി നല്ലൊരു കളറ് കിട്ടാനും നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചൗവരി എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് വെള്ള അവലാണ്, ചോറല്ല ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഇഡലിക്ക് അവലാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. വെള്ള അവൽ 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെള്ള അവൽ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് നനച്ച് വെക്കണം. അപ്പോൾ ഇത് നനച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മൾ അരയ്ക്കാറാകുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോഴേ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഞാൻ അടച്ചു വയ്ക്കുകയാണ്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇതേപോലെ നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ചൗവരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പച്ചരിയും പുഴുങ്ങലരിയും കൂടെ ഉള്ള 2 കപ്പ് അല്ലേ, ടോട്ടൽ 2 കപ്പ് നന്നായിട്ട് കഴുകി അതുകൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉഴുന്ന് 1/4 കപ്പ് ഉഴുന്നാണ്. നല്ല ക്വാളിറ്റി ഉഴുന്ന്, വലുതായിട്ട് വരുന്ന, വെള്ളത്തിലിട്ട് നല്ലപോലെ വലിപ്പം വയ്ക്കുന്ന ഉഴുന്നൊക്കെ ആണെങ്കിൽ 1/2 മതിയാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. മിനിമം ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർത്തി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരി അരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അരയ്ക്കാനായിട്ട് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കണക്കും കൂടെ ശ്രദ്ധിക്കുക. ഇഡലിക്ക് അരയ്ക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. നമ്മൾ നിർത്തി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഉഴുന്ന് ഇട്ടതിന് ശേഷം ഞാൻ ഉഴുന്നിനോട് ഒപ്പം തന്നെ വെള്ളം ഒഴിക്കുകയാണ്. ഉഴുന്നിന് മെതക്കെയല്ല, ഉഴുന്നിനൊപ്പം വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് പാകത്തിന്, അരയാതെ വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് അതേസമയം നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഉഴുന്നും അരച്ചെടുത്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഉഴുന്നരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ രണ്ടാമത് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഉഴുന്നരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഉഴുന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് അടിച്ചിങ്ങനെ കറക്കി കറക്കി അടിച്ചടിച്ച് കൊടുക്കുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുന്നത് ഇഡലിയുടെ സോഫ്റ്റ്നെസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇഡലി മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടാനും സഹായിക്കും. അതുകൊണ്ട് ഞാൻ ഇഡലി ഉണ്ടാക്കുമ്പോഴൊക്കെ, അത് ഏത് ടൈപ്പ് ഇഡലി ആണെങ്കിലും ഈ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഉഴുന്ന് ഫസ്റ്റ് അരച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കും. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അരി അരച്ചെടുക്കുമ്പോഴും നമ്മൾ ഇതേ കാര്യം തന്നെ വെള്ളം ഒഴിക്കുക. അരിക്ക് മാത്രം കുറച്ച്, അരിക്ക് ഒപ്പമല്ല, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാലും തെറ്റില്ല. പക്ഷെ എന്നാലും വെള്ളം പോലെ ഒരിക്കലും മാവ് ഉണ്ടാവരുത്. അതിനോടൊപ്പം തന്നെ നമ്മൾ അവൽ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ അരിയൊക്കെ വെള്ളത്തിലിട്ടപ്പോഴാണ് അവലും കൂടെ നനച്ചു വെച്ചത്. അപ്പോൾ ഈ വെള്ളാവൽ തന്നെ ഉണ്ടെങ്കിൽ എടുക്കുക. ഇഡലിക്ക് നല്ല കളറ് കിട്ടും. പക്ഷേ ഹെൽത്തി ഓപ്ഷൻ മട്ട അവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഇഡലിക്ക് നമ്മൾ ഒരു റവ കൺസിസ്റ്റൻസിയിലൊന്നും അല്ല അരയ്ക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ട് തന്നെ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ഈ രണ്ട് മാവും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് അരയ്ക്കാനുണ്ട്, ചവ്വരിയും കൂടെ അരച്ചെടുക്കാനുണ്ട്. അതിന് മുമ്പ് ഞാൻ ഈ ഉഴുന്നും അരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ചവ്വരി നമ്മൾ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതും കൂടെ നല്ലപോലെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതും അരച്ച് അതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പല ആളുകളും കൈ വെച്ചിട്ടല്ല മിക്സ് ചെയ്യുന്നത്, ഈ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കരണ്ടിയൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യും. അപ്പോൾ സ്പാച്ചുലയൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം തണുപ്പുള്ള സമയമാണ്. ഞാൻ ഈ മാവ് അരയ്ക്കുന്നത് ഏകദേശം 5 മണിയോടടുത്താണ് ഞാൻ ഈ മാവ് അരയ്ക്കുന്നത്. പക്ഷേ എന്നിട്ടും എനിക്ക് ഒരു 6 മണിക്ക് 5:30 ആയപ്പോഴേക്കും മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടി. അതിന് കാരണം നമ്മൾ ഈ കൈ വെച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള മിക്സിങ് തന്നെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മിക്സിയുടെ ജാറ് ചൂടാവുന്ന ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ വെള്ളത്തിൽ നിങ്ങൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാവ് പുളിക്കുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നാളത്തേക്ക് നമുക്ക് ഇഡ്ഡലി റെഡിയാക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ പോർഷനിൽ ഞാൻ വീഡിയോ മാവ് പുളിച്ച് വന്നത് കാണിച്ചുകൊണ്ട് തന്നെ ഇപ്പം ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇന്ന് തുണിയിലാണ് മാവ് ഒഴിച്ച് ഇഡലി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തുണിയിലുണ്ടാക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരെണ്ണം ഒരു തട്ടിൽ ഒരെണ്ണം തുണിയിൽ വെച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. തുണി നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തുണിയിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നനയ്ക്കാണ്ടല്ല, തുണി ഒന്ന് നനച്ച് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തുണിയിലുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലി കിട്ടും. ഇതൊരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 7 മിനിറ്റ് ഒക്കെ മതിയാവും. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇഡലി തട്ട് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളുടെ ഇഡലി എല്ലാം സൂപ്പറായിട്ട് റെഡിയാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള കമൻസുകളും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണെങ്കിലും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്കതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു കമൻറ്റാണ്, ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.